ഗായ്സ്, ഇന്നും ബിരിയാണിയാണ്. ഇന്നും ബീഫ് ബിരിയാണിയാണ്. നമ്മൾ പെരുന്തൽമണ്ണ നെസ്റ്റോയിൽ പോയപ്പോൾ ബീഫ് വാങ്ങിയായിരുന്നു. നല്ല കുട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടൻ ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാരണം നമ്മൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുക്കറിൽ ഇതാ ബീഫ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്, റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരി വന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അരി വന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 1 മണിക്കൂർ വെള്ളത്തിലിരിക്കട്ടെ. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ വെജിറ്റബിൾ കട്ട് ചെയ്യുന്നത് ആരാണ്? വെജിറ്റബിൾ കട്ട് ചെയ്യുന്നത് നമ്മുടെ വല്യമ്മയാണ്. അപ്പം ഇതാ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേട്ടാ. വല്യമ്മയാണ് ഹെൽപ്പിങ്. ഗായ്സ്, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? കാണാൻ ഭംഗിയുണ്ടാവും. എനിക്ക് എൻ്റെ ഡ്രസ്സ് കളക്ഷനിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഡ്രസ്സാണത്. ഒന്നാമത് നല്ല ലൂസാണ്, ഷേപ്പ് ചെയ്താൽ ശരിയായിരിക്കും. ഇവിടെ കെട്ടാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പോയി, അതൊക്കെ അയച്ചു വെച്ചു. അപ്പോൾ ഇതിട്ടാൽ എനിക്ക് ഒട്ടും ഭംഗി തോന്നാറില്ല. പക്ഷേ ഈ ഡ്രസ്സിന് കുറേ സ്റ്റോറി മെമ്മറീസൊക്കെ ഉള്ളത് കാരണം കളയാനും തോന്നില്ല. പിന്നെ അതിൻ്റെ കളറൊന്നും ഫെയ്ഡായിട്ടില്ല, വേറെ മിസ്സിങ് ഒന്നും തോന്നുന്നില്ല. അപ്പം അത് കാരണം ഇത് കളയാനൊരു മടി. പക്ഷെ എനിക്ക് ഇട്ടിട്ടൊട്ടും ഒരു എന്താ പറയുക, ഭംഗി തോന്നുന്നില്ല. ഷേപ്പാക്കിയാൽ ഭംഗി ഉണ്ടാവും, ഷേപ്പാക്കിയാലും അത്ര വലിയൊരു സുഖം തോന്നണില്ല. അപ്പോൾ ഈ ഡ്രസ്സ് എന്താ പറയുക, ഈ ഡ്രസ്സ് എനിക്ക് നല്ല മെമ്മറീസ് ഉണ്ട്. അപ്പം അത് കാരണമാണ് ഒഴിവാക്കാതെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കമൻറ്റ് ചെയ്യണേ, ഭംഗിയുണ്ടോ ഇല്ലേ എന്നുള്ളത്. നല്ല ലൂസാണ്, കൈ കൊണ്ടോ നല്ല ലൂസാണ്. അപ്പോൾ ഷേപ്പ് ചെയ്താൽ ഓക്കെ ആയിരിക്കും. കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്ന്. അപ്പം നമ്മുടെ ബിരിയാണിക്കുള്ള മസാലകളും ചോറൊക്കെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ദുവക്കുട്ടിയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ദുവക്കുട്ടിയുടെ കൈയുടെ ഇതൊക്കെ കാണാം. ഞാൻ ചെയ്യുമ്പോൾ വേണ്ട മിച്ചി, ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം, ഞാൻ ഷൂട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ദുവക്കുട്ടി ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം നമ്മളിത് മസാല ഇതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫുഡ് റെഡി ആവും കേട്ടോ. അപ്പോൾ ഗായ്സ്, ഫുഡ് റെഡി, ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ വലിയമ്മയുടെ 2 മാക്സി അടിക്കാനുണ്ടെന്ന്. അപ്പോൾ അത് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അത് നല്ല ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ ഒന്ന് ലെങ്ത്ത് കട്ട് ചെയ്ത് മടക്കി എടുക്കുകയാണ്. പിന്നെ ഷേപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ഉണ്ടായിരുന്നു, 1 ചെയ്തു. ഇത് 2ാമത്തെയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാ ടോയ്സ് റൂമിൽ വന്നപ്പോൾ ഞാനിതും ചെയ്യുക, അവരവിടെ ടോയ്സിൽ കളിക്കുകയും ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി, പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചു. പിന്നെ ഇതാ ഈ മീനിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല, പക്ഷെ നമ്മളത് മീൻ നന്നായിട്ട് വാഷ് ചെയ്ത് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഫിഷ് വന്നിട്ട് ഇതാണ്. ഇതിൻ്റെ പേരറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ. ഇതിൻ്റെ പേരെന്താണ് ഞാൻ ചോദിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും ചോദിക്കേണ്ടി വരും, ചോദിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. കുട്ടികൾക്ക് വിശക്കുന്നുണ്ട്, അവർക്ക് ഫുഡ് കഴിക്കണം. അപ്പം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ്. അപ്പം ഫ്രൈ ചെയ്യണത് ബട്ടറിലാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, കാണിച്ചു തരാം കേട്ടോ. പിന്നെ വന്നിട്ട് ഇതാ എരുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് റോസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് ഓണാക്കാം സ്മെല്ല്, കാരണം അടുപ്പിൽ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഇത് സ്മെല്ല് വീട്ടിൽ നിൽക്കുമല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് ഫസ്റ്റ് അതൊന്ന് ഓണാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസ് കത്തിക്കാം കേട്ടോ. പിന്നെ സൗണ്ട് കുറവായിരിക്കും, അതിൻ്റെ സൗണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ കേൾക്കാം. അപ്പം അതാ പാൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലാണ് കേട്ടോ ചെയ്യണത്. ഇത് നമ്മൾ പിന്നെ ഓർഡർ ചെയ്തതാണ്.
എന്തായാലും സംഭവത്തിൽ സക്സസ് ആയിട്ടുണ്ട്. നല്ല ഇതാണ് കേട്ടോ. തുടങ്ങിയാലോ? അപ്പം ഇത് നമ്മൾ 2 എണ്ണ പറ്റുള്ളൂ കേട്ടോ, കഷ്ണം മുറിക്കാതെ ഫുള്ളായിട്ടാണ് ഫ്രൈ ചെയ്യണത്. അപ്പോൾ 2 എണ്ണം വെക്കാനുള്ള സ്പേസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 2 എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ, 2 ഫിഷ് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിവിടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട്. മീൻ കഴിക്കാൻ എത്ര പേർക്ക് ഇഷ്ടമാണ്? ചിലർ ചിക്കൻ ആയിരിക്കും കഴിക്കുന്നത്, ചിലർക്ക് വെജിറ്റബിൾ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് എന്താ പറയുക ഫിഷ് ഐറ്റംസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. എൻ്റെ വല്യപ്പയ്ക്കും വല്യമ്മയ്ക്കും എന്നാലും ചിക്കൻ കഴിക്കും. പക്ഷെ വല്യപ്പ ഏറ്റവും കൂടുതൽ ഫിഷിൻ്റെ ആളാണ്. ഫിഷ് ഉണ്ടെങ്കിൽ മാത്രമേ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ വല്യപ്പയ്ക്ക് അങ്ങനെ ഫുഡൊന്നും പോവില്ല, കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഫിഷ് മസ്റ്റാണ് വല്യപ്പയ്ക്ക്. വല്യമ്മയ്ക്ക് പിന്നെ ചിക്കൻ ആയാലും കഴിക്കും. പിന്നെ ഞാൻ ബീഫ് വല്ലാതെ അങ്ങ് പോവില്ല, പക്ഷെ ബാക്കിയുള്ള ഫിഷ് ആയാലും ചിക്കനൊക്കെ പോവും. പിന്നെ നമ്മുടെ ദുവക്കുട്ടിക്ക് കുറച്ച് വെജിറ്റബിളും ആയാലും ഇഷ്ടമാണ്, വെജിറ്റബിൾസൊക്കെ ഇഷ്ടമാണ്. ദിക്രു ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ ഗൈസ്, ബീഫും ചിക്കനും. ഫിഷ് അവന് വല്ലാതെ ഇഷ്ടമൊന്നുമല്ല. ചില വലിയ ഫിഷൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കട്ട് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഇവൻ കഴിക്കുള്ളൂ. അപ്പൊ ഇവന് ബീഫ് ഇഷ്ടമല്ല, ചിക്കൻ മാത്രമേ ഇഷ്ടമുള്ളൂ. നമ്മുടെ ഒലിവ് എല്ലാം കൂടി മിക്സ് ചെയ്യും കേട്ടോ, എല്ലാം കഴിക്കും. ഫിഷും കഴിക്കും, ചിക്കനും കഴിക്കും, ബീഫും കഴിക്കും, വെജിറ്റബിളും കഴിക്കും, എല്ലാം ഇഷ്ടമാണ്. അപ്പം അങ്ങനെയാണ് ഇന്ന് നമ്മൾ അത് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുക, പിന്നെ കുറച്ചേരം ഇരിക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക. അപ്പം ഇത്രയുള്ള പരിപാടി. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കി, പക്ഷെ കഴിക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളെന്തായാലും നൈറ്റ് മീനും കൂട്ടിയുള്ള നല്ലൊരു ഫുഡ് കഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ മീനും ഫ്രൈ ചെയ്തു, പിന്നെ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഉഴുന്ന് ദോശ ഉണ്ടാക്കാനായിട്ട്. അപ്പം അത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം ഞാനിതാ അരി അരച്ച് മാവാക്കാൻ പോവാണ്. അപ്പോൾ നാളേക്ക് സെറ്റാവും, നമുക്ക് ദോശ ഉണ്ടാക്കാം. സോ ഞാനത് ചെയ്യാൻ പോവാണ്. പിന്നെ ഞാൻ മീൻ ഫ്രൈ ചെയ്ത് വെച്ചൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇന്നും വീട്ടിൽ കുറച്ച് അതിഥികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ അതിഥികൾ. അപ്പോൾ ഇവരെന്തായാലും ഒരു ഭാഗത്തിരിക്കട്ടെ, ഇവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോഴും പറ്റില്ല കേട്ടോ ഫുഡ് കഴിക്കുന്നത് എടുക്കാനായിട്ട്. അപ്പോൾ ഉറക്കം വരുന്നുണ്ട്.